തലയ്ക്ക് വെടിയേറ്റ ഒരു രോഗിയെ മറ്റു ഡോക്ടർമാർ മരണം പ്രഖ്യാപിക്കാൻ തയ്യാറായപ്പോഴും അദ്ദേഹം 3 മിനിറ്റിനുള്ളിൽ തലയോട്ടി തുറന്ന് ബുള്ളറ്റ് നീക്കം ചെയ്തു. രോഗിയെ രക്ഷിച്ചെങ്കിലും ഒരു കാറപകടത്തിൽ ഈ കൈകളിൽ സ്റ്റീലാണികൾ നിറഞ്ഞു. ഗുരുതരമായ പരിക്കുകൾ കാരണം ഓപ്പറേറ്റിംഗ് ടേബിളിനോട് വിട പറയേണ്ടി വന്നു. എല്ലാം വിറ്റുപെറുക്കി ചികിത്സിച്ചിട്ടും ഫലമുണ്ടായില്ല. സുഹൃത്തുക്കൾ ഉപേക്ഷിച്ചു, കാമുകിയും പിരിഞ്ഞുപോയി. നിരാശനായി ജീവിതം ഉപേക്ഷിക്കാൻ തുടങ്ങിയപ്പോഴാണ് അദ്ദേഹം ഒരു അത്ഭുതം കണ്ടത്. ഒരിക്കൽ താൻ ശാശ്വതമായി അംഗവൈകല്യം ബാധിച്ചതായി വിധിയെഴുതിയ ഒരു രോഗി ബാസ്കറ്റ്ബോൾ കളിക്കുന്നു. താൻ ഉപേക്ഷിച്ച ആളെ കണ്ടെത്തി കൈകൾ ഉയർത്തി ചോദിച്ചു. രോഗി കാമർതാജ് എന്ന സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞു. കൈകൾ സുഖപ്പെടുത്താൻ അദ്ദേഹം ഏറെ പ്രയാസപ്പെട്ട് അവിടേക്ക് പോയി. എന്നാൽ ആത്മീയ ശക്തിക്ക് മുറിവുകൾ സുഖപ്പെടുത്താൻ കഴിയുമെന്ന മറുപടിയാണ് കിട്ടിയത്. അദ്ദേഹം കോപാകുലനായി. മന്ത്രവാദമല്ല, വൈദ്യശാസ്ത്രമാണ് കാണേണ്ടിയിരുന്നത്. ഉടൻ തന്നെ അദ്ദേഹത്തെ അടിക്കുകയും ആത്മാവ് ശരീരത്തിൽ നിന്ന് പുറത്തുപോകുകയും ചെയ്തു. മന്ത്രവാദി നെറ്റിയിൽ അമർത്തി അയാളെ ഒരു മാനസിക ഇടത്തിലേക്ക് കൊണ്ടുപോയി. നിരവധി മാന്ത്രിക ചിത്രങ്ങളും സ്വന്തം ആഗ്രഹങ്ങൾ പോലും കണ്ടതോടെ ശാസ്ത്രീയ ലോകവീക്ഷണം തകർന്നു. അതിനാൽ ഒരു സംശയവുമില്ലാതെ മന്ത്രവാദിയുടെ ശിഷ്യനാകാൻ തീരുമാനിച്ചു. മന്ത്രവാദി അദ്ദേഹത്തെ മാന്ത്രിക മന്ത്രങ്ങൾ പഠിപ്പിക്കുകയും പ്രപഞ്ചത്തിലെ മറ്റു മാനങ്ങളിൽ നിന്നുള്ള ഊർജം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഈ മാന്ത്രിക രംഗം കണ്ട് അദ്ദേഹം അമ്പരന്നു. പരിശീലനം തുടങ്ങാൻ ആവേശഭരിതനായി. 5 വർഷം കഠിനാധ്വാനം ചെയ്തിട്ടും അടിസ്ഥാനപരമായ മാന്ത്രികവിദ്യ പോലും പഠിക്കാൻ കഴിഞ്ഞില്ല. പരിക്കേറ്റ കൈകളാണ് തടസ്സമെന്ന് അദ്ദേഹം കരുതി. എന്നാൽ മന്ത്രവാദി ഒരു അംഗവൈകല്യമുള്ള വിദ്യാർത്ഥിയെ കൊണ്ടുവന്ന് മാന്ത്രിക കഴിവുകൾ പ്രദർശിപ്പിച്ചു. അദ്ദേഹത്തെ മാന്ത്രികവിദ്യ പഠിക്കാൻ സഹായിക്കുന്നതിനായി മന്ത്രവാദി മൗണ്ട് എവറസ്റ്റിലേക്ക് കൊണ്ടുപോയി. 2 മിനിറ്റിനുള്ളിൽ തിരിച്ചെത്തിയില്ലെങ്കിൽ തണുത്തുറഞ്ഞ് മരിച്ചുപോകും. അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഒരു വൃത്തം വരച്ചു. മന്ത്രവാദി വളരെ ആശങ്കാകുലനായിരുന്നു. തിരികെ കൊണ്ടുവരണമോ എന്ന് ആലോചിച്ചു. ആ നിമിഷം ഒരു ക്രമരഹിതമായ വൃത്തം പ്രത്യക്ഷപ്പെട്ടു.